അത് മതരാഷ്ട്രവാദം ഇപ്പോൾ ഞങ്ങളുടെ അജണ്ടയിൽ ഇല്ല എന്ന് അവർ ആവർത്തിച്ച് പറയുന്നുണ്ട്. CM എന്റെ ഈ മൊബൈലിൽ തന്നെ ഒരു 4 വീഡിയോ എങ്കിലും അമീർ അക്കാര്യം പറയുന്നതായിട്ടുണ്ട്. അതുണ്ടെങ്കിലും തുടർച്ചയായിട്ട് സ്വീകരിക്കുന്ന നിലപാടാണല്ലോ. ഇപ്പൊ RSS സാംസ്കാരിക സംഘടനയാണ് എന്ന് പറഞ്ഞാൽ അത് സാംസ്കാരിക സംഘടനയാണെന്ന് ആര് വിശ്വസിക്കും? മടയിൽ കയറി ആക്രമിക്കുക എന്ന് കേട്ടിട്ടില്ലേ? അതാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ ആണ് പ്രേക്ഷകർ കണ്ടത്. ഇന്റർവ്യൂ നടത്തുന്നത് മീഡിയ വണ്ണിന്റെ ന്യൂസ് തലവനായ പ്രമോദ് രാമനാണ്. മീഡിയ വണ്ണിന്റെ സ്റ്റുഡിയോയിൽ വെച്ചാണ് ഇന്റർവ്യൂ. മീഡിയ വൺ ആരാണ് നടത്തുന്നത്? ആരാണ് അതിൻ്റെ മാനേജ്മെന്റ്? ജമാഅത്തെ ഇസ്ലാമിയാണ്. ജമാഅത്തെ ഇസ്ലാമിയെ ഒന്ന് വെള്ളപൂശാൻ കഴിയുമോ എന്ന് ധരിച്ചാണ് പ്രമോദ് രാമൻ ഈ ചോദ്യം ചോദിക്കുന്നത്. ആ ചോദ്യത്തിനാണ് അളന്ന് മുറിച്ച് മറുപടി പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹത്തിന്റെ ചോദ്യമുണ്ട്, RSS ഒരു സാംസ്കാരിക സംഘടനയാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. അത് നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ എന്ന്. അതോടുകൂടി പ്രമോദ് രാമന്റെ നാവടഞ്ഞു പോകുന്ന കാഴ്ച, ആ മുഖത്തെ ചളിപ്പ് എല്ലാം ഉണ്ട്. അതുമാത്രമല്ല, എന്താണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് വിളിച്ചു പറയുന്നുണ്ട് മുഖ്യമന്ത്രി ആ അഭിമുഖത്തിൽ. അത് മനോരമ ന്യൂസിന്റെ ഫ്ലോറിലാണ്. മനോരമ ന്യൂസിന്റെ മേധാവി തന്നെയാണ് ഇന്റർവ്യൂ ചെയ്യുന്നത് മുഖ്യമന്ത്രിയെ. മുഖ്യമന്ത്രി അവസാനം പറയുന്ന ഒരു വാക്യമുണ്ട്, ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്യം, നിങ്ങൾ ചെയ്യുന്നതിനെല്ലാം നന്ദി എന്ന്. ആ പറച്ചിലുണ്ട് എല്ലാം. മനോരമയുടെ രാഷ്ട്രീയം, മനോരമ സർക്കാരിനെതിരെ നടത്തുന്ന പ്രവർത്തനങ്ങൾ, മനോരമയുടെ ഓരോ ദിവസത്തെയും വാർത്തകളോടുള്ള നിലപാട് എല്ലാം കൃത്യമായും പറഞ്ഞു വെക്കുന്നുണ്ട് മുഖ്യമന്ത്രി. അതും കൂടി ഒന്നുകൂടി കേൾക്കാം. വളരെ നന്ദി. എല്ലാ ആശംസകളും. CM പറഞ്ഞതിലെ കതിരും പതിരും ഒക്കെ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കട്ടെ. നിങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നന്ദി. ആദ്യം പറഞ്ഞതുപോലെ മടയിൽ ചെന്ന് ആക്രമിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ മടയിൽ ചെന്ന് ആക്രമിക്കുക. മനോരമ ന്യൂസ്, മനോരമ ദിനപത്രം, എന്തിനേറെ പറയുന്നു UDFന്റെ മുഖപത്രം പോലെയാണല്ലോ. അതുകൊണ്ട് തന്നെ അവരുടെ ഫ്ലോറിൽ പോയി നിന്ന് അവർക്കെതിരെ 4 വാക്ക് പറയുക, അതാണ് മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇന്റർവ്യൂ 20ഓളം ചാനലുകൾക്ക്, ദൃശ്യമാധ്യമങ്ങൾക്ക്, പത്രങ്ങൾക്ക് ഒക്കെ നൽകിയ ഈ ഇന്റർവ്യൂ ശ്രദ്ധിക്കപ്പെടുന്നതും അതുകൊണ്ട് തന്നെയാണ്. കാരണം മടയിൽ ചെന്ന് ആക്രമിക്കുക എന്നത് ശത്രുക്കൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത കാര്യമാണ്. കാരണം ഞങ്ങളുടെ ഫ്ലോറിൽ വന്ന് ഞങ്ങൾക്ക് എതിരായി ഒന്നും പറയില്ല എന്നൊക്കെ ധരിച്ചാണ് മെല്ലെ മെല്ലെ സോപ്പടിക്കുന്ന രൂപത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് മാധ്യമപ്രവർത്തകർ. എന്നാൽ അതിനെല്ലാം വിരുദ്ധമായി തികച്ചും നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെയും മനോരമ ന്യൂസിനെയും നിശിതമായി വിമർശിക്കുകയാണ് ഒരു വാചകത്തിലൂടെ ചെയ്തിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ.